സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി പഠിച്ചു തുടങ്ങിയ ആൾക്കാരാണെങ്കിലും ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരാണെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് ഞാൻ ഇതിന്റെ അവസാനം ഒരു പ്ലാൻ പറഞ്ഞുതരും, അതെന്തായാലും ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്മസ് എക്സാമിന്റെ സിലബസ് ഏതാ, ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻ ഏതാന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് പിന്നെ മക്കളോട് എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുണ്ട്. എടാ, ശരിക്കും കേരള സർക്കാർ ഒഫീഷ്യലി ഇതാണ് നിങ്ങളെ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ്, നിങ്ങൾക്ക് ഈ ഒരു പാഠത്തിൽ ഈ ഒരു ഹെഡിങ് വരെ മാത്രമേ ചോദിക്കൂ എന്ന് ഒരു സിലബസ് വെച്ച് ഇറക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഗ്ലോറി പിന്നെന്താ സാറേ ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? എടാ, കേരള സർക്കാർ എന്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്? സ്കീം ഓഫ് വർക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ സ്കീം ഓഫ് വർക്ക്? ഓരോ മാസവും നിങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സ് നിർബന്ധമായിട്ടും തീർത്തിരിക്കേണ്ട പാഠങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ജനുവരിയിൽ ഈ പാഠം തുടങ്ങണം, ഫെബ്രുവരി ആകുമ്പോഴത്തേന് ആ പാഠം തീർക്കണം എന്നൊരു ലിസ്റ്റ് ഉണ്ട്. അതിന് ഓരോ പാഠത്തിനും എത്ര പീരീഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ലിസ്റ്റ് ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം? ഡിസംബർ 1 അല്ലേ നിങ്ങളെ ക്രിസ്മസ് എക്സാം വരിക. സോ ഡിസംബർ ആദ്യത്തെ ആഴ്ച വരെ സ്കൂളിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നിർബന്ധമായിട്ടും തീർക്കേണ്ടത്, അതിൽ നിന്നല്ലേ ക്രിസ്മസ് എക്സാമിന് ചോദ്യം വരുള്ളൂ. സോ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് നേരെ ഫിസിക്സിലേക്ക് ആദ്യം പോവാം. ഫിസിക്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ പാഠം, ഓണം എക്സാമിന് രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ പാഠത്തിന് തുടക്കം ഉണ്ടാവുക. സോ മൂന്നാമത്തെ പാഠം, നാലാമത്തെ പാഠം, അഞ്ചാമത്തെ പാഠം, ഈ 3 പാഠത്തിനായിരിക്കും മെയിൻ ക്വസ്റ്റ്യൻസ് മൊത്തം വരിക. അത് കഴിഞ്ഞ് ആറാമത്തെ പാഠത്തിന്റെ തുടക്ക ഭാഗവും കൂടി ആറാമത്തെ പാഠത്തിന് എന്തുണ്ടായിരിക്കും? ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കും. ഒരു ജനറേറ്റർ വരെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ അതിൽ ഏത് വരെയുണ്ട്, ഏത് ഹെഡിങ് വരെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പെട്ടെന്ന് ഓരോന്നും എന്നാണോ കിട്ടുന്നത് അന്ന് തന്നെ എജുപോഡിൻ്റെ വാട്സപ്പ് ചാനലിൽ ആദ്യം അറിയിക്കും. സോ എജുപോഡിൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ പോവുക. അതിൽ ഒന്നാമത്തെ കമൻറ്റിൽ ഉണ്ടായിരിക്കും ഒരു 3ാമത്തെ ലിങ്ക് ഉണ്ടായിരിക്കും. ജോയിൻ എജുപോഡ് വാട്സപ്പ് ചാനലിനോ ഫോളോ ട്രിക്സ്നോ ഫോർ മോർ ട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനലിന്റെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് എന്തായാലും ഫോളോ ചെയ്യുക. എജുപോഡിന്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യണം. അതിൽ ഞാൻ ഇതിൻ്റെ എവിടെയൊക്കെ ഹെഡിങ് വരെ ഉണ്ട് എന്ന് കിട്ടുന്ന സമയത്ത് നേരെ അതിൽ നിങ്ങൾ അറിയിക്കും കേട്ടോ. സോ 3, 4, 5 ആറാമത്തെ പാഠത്തിന്റെ തുടക്കം വരെയാണ് എന്ത് നിങ്ങളെ പോർഷൻസ്. ഇപ്പൊ ചില ആൾക്കാർ വരും, സർ ട്യൂഷൻ സെന്ററിൽ ആറാമത്തെ പാഠം മൊത്തം തീർന്ന് അപ്പോൾ ആറാമത്തെ പാഠം മൊത്തം പഠിക്കണോ? വേണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആറാമത്തെ പാഠം ഞാൻ എപ്പോഴും ഒരു സിലബസ് ഇടുമ്പോൾ അതിൻ്റെ അവസാനത്തെ പാഠത്തിന്റെ തുടക്ക ഭാഗം മാത്രമായിരിക്കും ഉണ്ടാവുക കേട്ടോ. ചിലതിലൊക്കെ എന്നാൽ ചിലത് ഫുള്ളുള്ള ഞാൻ അങ്ങനെ തന്നെ പറയും ചെയ്യും. ഞാൻ മുമ്പിൻ്റെ മക്കളെ ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങളെ സ്കൂളിൽ ഇതിലിപ്പോൾ ഏത് പാഠമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? 3 ആണോ 4 ആണോ 5 ആണോ എന്നുള്ളതൊന്ന് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങളുടെ അവസ്ഥ ഒന്ന്, നിങ്ങളുടെ സ്കൂളിലത്തെ അഭിപ്രായം ഒന്ന് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഗൈസ്, നമുക്ക് നേരെ കെമിസ്ട്രിയിലേക്ക് കടക്കാം. കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതുണ്ടായിരിക്കും. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും, പിന്നെ വൈദ്യുത രസതന്ത്രം, ലോഹങ്ങൾ, ഈ പാഠങ്ങളൊക്കെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൽ അവസാനത്തെ പാഠമില്ലടാ ഈ ലോഹങ്ങൾ എന്നുള്ള പാഠം. ആ ലോഹങ്ങൾ എന്നുള്ള പാഠം മുഴുവൻ ഉണ്ടാവുമോ? ആ പാഠങ്ങൾ മുഴുവൻ ഉണ്ടാവില്ല. അതിനൊരു പകുതി വരെയൊക്കെ ആയിരിക്കും നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുക. വീണ്ടും ഞാൻ പറയുന്നു, അതിൽ ഏത് ഹെഡിങ് വരെ നമ്മൾ പെട്ടെന്ന് അറിയിക്കുക താഴെയുള്ള വാട്സപ്പ് ചാനലിലായിരിക്കും. സോ എത്രയും പെട്ടെന്ന് ആ വാട്സപ്പ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. സോ ഗൈസ്, നെക്സ്റ്റ് അടുത്താണ് മാത്സ്. പലപ്പോഴും കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ 10ാമത്തെ പാഠം വരെ ക്രിസ്മസ് എക്സാമിനുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു തെറ്റായ കൺസെപ്റ്റാണ്. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കൊല്ലത്തെ ഒരു വിവരം വെച്ചിട്ടാണ് അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ ഒരു പാഠത്തിൻ്റെ കണക്ക് വെച്ചിട്ടാണ് അവർ 10ാമത്തെ പാഠം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം. പക്ഷേ ഇക്കൊല്ലം അങ്ങനെയല്ല, പാഠങ്ങളുടെ എണ്ണം ഒന്ന് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് 11 ചാപ്റ്റർ വരെ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. സോ 5ാമത്തെ പാഠം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാകൃതി സമവാക്യങ്ങൾ തൊട്ടിട്ട് 11ാമത്തെ പാഠമുള്ള ജോമെട്രി ആൻഡ് അൽജബ്ര, ഈ പാഠം കൂടി പഠിക്കാണ്ട് നമ്മൾ എന്ത് ക്രിസ്മസ് എക്സാമിന് പോകരുത്. കാരണം എന്താ, ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 2 ചാപ്റ്റർ വേറെ ഉണ്ട്. അപ്പൊ ജനുവരിയിലും ഫെബ്രുവരിയിലും ആ ഒരു ചാപ്റ്റർ ആയിരിക്കും. മാത്രമല്ല സ്കീം ഓഫ് വർക്കിൽ ഡിസംബറിന്റെ ആദ്യത്തെ വാരം അല്ലെങ്കിൽ ആദ്യ സമയത്ത് ഈ ഒരു പാഠം കൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? അപ്പൊ ഈ പാഠം നിങ്ങൾ സ്കൂളിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാഠത്തിന്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ ഈ പാഠം വായിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്രിസ്മസ് എക്സാമിന് പോകരുത്. അപ്പൊ നിങ്ങളിപ്പം ഈ ഇവിടുന്ന് ഇങ്ങനെ പഠിച്ചു തുടങ്ങുക, ഈ പാഠഭാഗങ്ങൾക്ക് മെയിൻലി പ്രയോറിറ്റി കൊടുക്കുക. സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാം. ബയോളജി. ബയോളജിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ അടുത്ത 2 ചാപ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 3ാമത്തെ പാഠം 4ാമത്തെ പാഠം. നിങ്ങൾക്കറിയാം, ഓണം എക്സാമിന് 1ഉം 2ഉം ആണ് മെയിൻ ഉണ്ടായിരുന്നത്. സോ 3ഉം 4ഉം എന്തായാലും കംപ്ലീറ്റ്ലി പഠിക്കണം. പക്ഷെ 5ാമത്തെ പാഠം ഞാൻ പേരിന് കൊടുക്കാത്തതുകൊണ്ടാണ്. ക്രിസ്മസ് എക്സാമിന് പറയുന്നുണ്ട് ആ ആഴ്ച തുടങ്ങുന്നത് അല്ലെങ്കിൽ ഡിസംബറിന്റെ ഫസ്റ്റ് വീക്കിൽ 5ാമത്തെ പാഠം തുടങ്ങണം എന്നൊരു സൂചന ഉണ്ട്. അതുകൊണ്ട് 5ാമത്തെ പാഠം മിക്കവാറും ടീച്ചർമാർ എടുത്തൂല, നമുക്ക് 3ഉം 4ഉം ഉണ്ടാവുള്ളൂ. എന്നാലും
സ്കൂളിലെ ടീച്ചേഴ്സ് 5ാമത്തെ പാഠം തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ തുടക്ക ഭാഗം കൂടി നിങ്ങളൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. വീണ്ടും ഞാൻ പറയുന്നു, ലേറ്റസ്റ്റ് ആയിട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അടുത്ത മാസമോ അതിന് തൊട്ട് മുമ്പോ ആയിട്ട് എന്തെങ്കിലും ചൂടുള്ള വാർത്തകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് താഴെയുള്ള വാട്സപ്പ് ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ എന്തായാലും എൻ്റെ മക്കളോട് പറയാനുള്ളത്, ആ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഫോളോ ചെയ്യണം. സോ 3ാം പാഠവും 4ാം പാഠവും എന്തായാലും പഠിക്കണം. 5ാമത്തെ പാഠം ഞാൻ പറഞ്ഞാൽ തുടക്കം, അതിന്റെ തുടക്കം ഇൻ കേസ് സ്കൂളിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗം പഠിക്കുകയേ വേണ്ട, നോ പ്രോബ്ലം. 3ഉം 4ഉം ആണ് മെയിൻലി വരിക. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും മിക്കവാറും 99% ചോദ്യം വരിക. എന്നാലും സ്കൂളിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രോബബിലിറ്റിയാണ്, നമ്മൾ റിസ്ക് എടുക്കാൻ വയ്യ. അതിന്റെ തുടക്കം മാത്രം ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഹിസ്റ്ററിയിലേക്ക് കടക്കാം. ഹിസ്റ്ററിയിൽ 4ാം പാഠം, 5ാം പാഠം, 6ാം പാഠം, 7ാം പാഠം ഇത് മുഴുവനായിട്ട് പഠിക്കണം. സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനമൊക്കെ മുഴുവനായിട്ട് പഠിക്കണം. സോ 4, 5, 6, 7 ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്നായിരിക്കും ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യം ഉണ്ടാവുക. ഇനി നമുക്ക് ജോഗ്രഫിയിലേക്ക് കടക്കാം. ജോഗ്രഫിയിൽ 3ാം പാഠം, 5ാം പാഠം, 6ാം പാഠം. 4ാം പാഠം എന്തുകൊണ്ട് അവിടെ ഇല്ലാത്തത്? 4ാം പാഠം നിങ്ങൾക്ക് ഓണം എക്സാമിന് അന്ന് ഉണ്ടായിരുന്നു. സോ ആ പാഠം അങ്ങോട്ട് പോയി. 3, 5, 6 ഈ ചേഞ്ചിങ് എർത്ത് എന്നുള്ള പാഠമൊക്കെ കംപ്ലീറ്റ്ലി പഠിക്കണം. ഈ 3 ചാപ്റ്ററാണ് ജോഗ്രഫിയിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ആയിട്ട് വരിക. ഓക്കെ അല്ലേ? സോ നിങ്ങൾ സ്കൂളിൽ ഇതിൽ ഏതൊക്കെ എടുത്ത് നോക്കുക, അതിനനുസരിച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങുക. ഇനി അടുത്താണ് ഹിന്ദി. ഹിന്ദിയിൽ 3, 4 യൂണിറ്റ്, 5ാമത്തെ യൂണിറ്റിൽ 1-ാമതില്ലേ പരിയിലെടുക്കി, ആ ഒരു ഭാഗം വരെ നന്നായിട്ട് പഠിക്കുക. സോ ഇതാണ് ഹിന്ദിയിലുള്ള ഒരു പോർഷൻസ്. ഇനി അടുത്തത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ യൂണിറ്റ് 3, 2 ഉണ്ട്, 3, 4ാമത്തതിൽ ഇതാടാ ഈ ട്രില്ല ആൻഡ് ട്രിൽസ്, ഇതാ 4.1 അല്ലെങ്കിൽ 4.2 ഇതുവരെയാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത്. ഇതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു സിലബസ് കേട്ടോ. സോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആൾക്കാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അല്ലാത്ത ആൾക്കാർക്ക് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക്, ഇതിൻ്റെ ഒരു PDF ഞാൻ എന്ത് ചെയ്യാം, ആ ഗ്രൂപ്പിൽ അയച്ചു തരാം. സോ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ താഴെയുള്ള ചാനലിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PDF കിട്ടും. ഈ ചാനൽ ഫോളോ ചെയ്തുള്ള ഗുണം എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളിപ്പം വൈകിട്ട് ഈ വീഡിയോ എന്നോ ആണ് കാണുന്നതിരിക്കുക, എന്നാലും നിങ്ങൾ കുഴപ്പമില്ല, ചാനലിൽ മേലോട്ട് അടിച്ചാൽ ഇതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റും. സോ ഗൈസ് എല്ലാവരും ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇനി അടുത്തതാണ് അടിസ്ഥാന പാഠാവലി. അടിസ്ഥാന പാഠാവലിയെ സംബന്ധിച്ചിടത്തോളം അറിവിന് അറിവായി നിറവായി എന്നുള്ള ഭാഗമില്ലടാ, അതിൽ എൻ്റെ ഭാഷ ഈ ഒരു ഭാഗം വരെയാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക, ഈ ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവുക. പക്ഷെ ഞാൻ പറഞ്ഞു ഈ ഭാഗം ചിലപ്പോഴുണ്ടാവുള്ളൂ, കാരണം ഇത് അതിൻ്റെ അവസാനം പഠിക്കേണ്ട ഭാഗമാണ്. സോ ഈ ലാസ്റ്റത്തെ ഭാഗം ഇനി ഞാൻ പറയുന്ന കേസിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചിലപ്പം നിങ്ങൾ സ്കൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? സോ അതിന് മുമ്പുള്ളത് എന്തായാലും പഠിക്കണം. ചരിത്രം രചിച്ച നാടകം ഇത് ഒന്ന് 50-50 ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള നിലയിലായിരിക്കും. അത് നിങ്ങൾ സ്കൂളിൽ എടുത്തിട്ടുണ്ടോ നോക്കുക, അതിനനുസരിച്ച് മാത്രം പഠിക്കുക. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, സർ ട്യൂഷൻ സെന്ററിൽ എടുത്തു ഞാനത് പഠിക്കണോ? എന്തായാലും നിങ്ങൾ ഇതിലുള്ള എല്ലാ ചാപ്റ്ററും പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ സ്കൂളിലെ ടീച്ചർമാരതാണ് അത് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. സോ സ്കൂളിലെ ടീച്ചർമാർ ആ ചാപ്റ്റർ അവിടെ എടുത്തിട്ടുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ മാത്രം അത് പഠിച്ചാൽ മതി. അല്ലെങ്കിൽ നോക്കടാ, സ്കൂളിലെ ടീച്ചർമാർ എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മാർക്ക് വല്ല പ്രശ്നമുണ്ടോ? ടീച്ചർമാരെന്നെ കോംപ്രമൈസ് ചെയ്ത് തരും. കേരള പാഠാവലി ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സിലബസ്. പിറന്ന നാടിൻ പെരുമയിൽ, ദേശവും എഴുത്തും, ലാസ്റ്റ് മരത്തോപ്പ് വരെ. ഇനി അറബിക് ആണെങ്കിൽ 2 യൂണിറ്റ് ഉണ്ടായിരിക്കും. സംസ്കൃതം ആണെങ്കിൽ പാവം ഞാൻ സംസ്കൃതം അത്ര വലിയ വായിക്കാനുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ ഇതാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതാണ് സംസ്കൃതത്തിലുള്ള പരിപാടി. ഓക്കെ അല്ലേ? സോ അറബിക് ആണെങ്കിൽ യൂണിറ്റ് 3 and 4, സംസ്കൃതം ആണെങ്കിൽ ഇതാണ് സുഹൃത്തുക്കളെ സംസ്കൃതിന്റെ സിലബസ്. ഉറുദു ആണെങ്കിൽ യൂണിറ്റ് 3 and 4. ഓക്കെ അല്ലേ? ഈ യൂണിറ്റ് 3ഉം 4ഉം നന്നായിട്ട് പഠിക്കുക. ഇതാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ക്രിസ്മസ് എക്സാമിന്റെ സിലബസ്. ഇനി ചില ആൾക്കാർ ചോദിക്കും, സർ ഞങ്ങൾ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, ഞങ്ങൾ ഇനി എന്ത് സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ഉപയോഗിക്കേണ്ടതെന്ന്. സോ എൻ്റെ മക്കളോട് എനിക്ക് ആദ്യം പറയാനുള്ള പോയിന്റ്, ഇതൊക്കെ പോട്ടെ, ആദ്യം പറയാനുള്ള പോയിന്റ് എന്താടാ, നിങ്ങൾ ഒരു പ്ലാൻ നന്നായിട്ട് ഉണ്ടാക്കണം, നല്ലൊരു പ്ലാൻ. ഇനി മുതൽ നിങ്ങൾ പഠിക്കുമ്പം ആദ്യം പഠിക്കേണ്ടത് ഏതായിരിക്കണം എന്നറിയാം, ക്രിസ്മസ് എക്സാമിന് ശേഷമല്ല, ഓണം എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങളാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എജുപോർട്ടിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ച് ഉള്ളത്. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും നന്നാവണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ നോക്കടാ, ഒക്ടോബർ 20 മുതൽ നവംബർ മാസത്തിൻ്റെ അവസാനം, അതൊന്നും മൊത്തം വായിച്ച് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഈ ഒക്ടോബർ 20 നിങ്ങൾ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് നോക്കിയിട്ടേ ഇല്ലേ എന്ന് വിചാരിക്കുക. ആ 20 മുതൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും അവസാനം നവംബർ 29 അല്ലെങ്കിൽ നവംബർ 30 ക്രിസ്മസ് എക്സാമിൻ്റെ ഫുൾ പോർഷൻസും നമ്മൾ ഷെഡ്യൂൾ കൊടുത്ത് തീർത്തരും. നിങ്ങൾ അത് കണ്ടാൽ മതി. അതിന് ഞങ്ങൾ പറഞ്ഞുതരും, ഇന്ന് ഈ വീഡിയോ കാണണം, ഇന്ന് ഈ ഭാഗം നീ പഠിക്കണം. ആ ഒരു ടൈം ടേബിൾ ഞങ്ങൾ ഉണ്ടാക്കി തരും. സോ ആ ടൈം ടേബിൾ കൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എജുപോർട്ടിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുന്നടാ, നവംബർ എൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം പോർഷൻസ് കംപ്ലീറ്റ്ലി തീർത്തരും. അപ്പോൾ ചില ആൾക്കാർ പറയും, സർ ഓണം എക്സാം പോർഷൻസോ? എജുപോർട്ടിൻ്റെ ആപ്പിൽ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഫ്രീ പോലെ എടുത്ത് കാണാം.
ഡിസംബർ 30 കംപ്ലീറ്റ് ഭാഗവും ആപ്പിൽ കയറും. നിങ്ങൾക്കത് ഷെഡ്യൂളായിട്ട് ഒരു ജനുവരി 30 തന്ന് തീർക്കുകയും ചെയ്യും. സോ എജുപോർട്ടിൻ്റെ ആപ്പ് പ്രീ ബൂസ്റ്റർ ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയതാ. പുതിയ ബാച്ച് തുടങ്ങിയതാണ് പ്രീ ബൂസ്റ്റർ ബാച്ച്. ഒരു കാര്യം കൂടി പറയാം, നിലവിലുള്ള ഫാസ്റ്റ് ട്രാക്ക് ബാച്ചോ സൂപ്പർ ബാച്ചോ നിലവിലുള്ള ഒരു ബാച്ചുകാരും ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എജുപോർട്ടിൻ്റെ കൂടെ ഒരാൾ ഒരു വട്ടം കൂടിയാൽ അവരെ നമ്മൾ അതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി കൊടുക്കും. സോ ഇതിലൊന്നും ജോയിൻ ചെയ്യാത്തൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് സുവർണ അവസരം. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പം ഇതിൻ്റെ റേറ്റ് 2999 മാത്രമാണുള്ളത്. സോ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ട്. ഓക്കെ അല്ലേ? ഇനി എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ട ചാപ്റ്റർ, നിങ്ങൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കുകയാണെങ്കിൽ സന്തോഷം. അതിൽ ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ട ചാപ്റ്റർ ഓണം എക്സാമിന് ശേഷമുള്ള പാഠഭാഗമായിരിക്കണം. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം ഓണം എക്സാമിനേഷനിലെ പാഠം പഠിച്ച് പിന്നെയും പഠിച്ച് അങ്ങനെ ഒരു ദിവസം പഠിച്ച് ഇനി അടുത്ത പാഠം സ്കൂളിൽ തീർന്നിട്ടില്ല, ട്യൂഷൻ സെൻ്ററിലും തീർന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓണം എക്സാമിന് മുമ്പുള്ള ഭാഗങ്ങൾ പഠിക്കണം. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് പ്രയോറിറ്റി ഓണം എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങളാണ്. എന്നിട്ട് മാത്രം ഓണം എക്സാമിന് മുമ്പുള്ള പാഠഭാഗങ്ങൾ പഠിക്കുക. നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. എല്ലാ ദിവസവും നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ, നിങ്ങളെ കൂടുതൽ രാവിലെ എണീറ്റ് പഠിക്കാനൊക്കെ ഞാനുണ്ടായിരിക്കും. നമ്മളെ ചാനലിൽ കയറിയാൽ, നമ്മളെ മക്കൾക്കൊക്കെ അറിയാം. സോ ചാനലിൽ കയറിയാൽ ഞാനുണ്ടായിരിക്കും രാവിലെ 5 മണിക്കൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ. സോ ഗൈസ്, വെൽക്കം ടു എജുപോഡ്. താഴെ വാടാ, ചാനൽ ഫോളോ ചെയ്യടാ, പൊളിച്ചടക്കി പഠിക്കടാ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, സ്കൂളിൽ ഫിസിക്സ് ഏത് ചാപ്റ്റർ എത്തി താഴെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. സോ ഗൈസ്, ബൈ.